നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്താകെ 2025 ഡിസംബറോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്താകെ 2025 ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഷൻ വകുപ്പ് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സബ് രജിസ്റ്റർ ഓഫീസുകളിൽ നിന്നും ആധാരങ്ങളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അപേക്ഷകർക്ക് ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനവും ജില്ലാതല പ്രഖ്യാപനവും തലശ്ശേരി കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിലുള്ള സമയം, സാമ്പത്തിക ദുർവിനിയോഗം ആവശ്യമില്ല. ഞാൻ ചോദ്യത്തിന് ശേഷം ഒരു രജിസ്ട്രേഷൻ, വിവാഹ രജിസ്ട്രേഷൻ കൊണ്ടുവരും. അവിടെ അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുമെന്നറിയാം. നമ്മുടെ രജിസ്ട്രേഷൻ IG ശ്രീധന്യ കാര്യമാണ് നമ്മുടെ രജിസ്ട്രേഷൻ IG. അവരുടെ വിവാഹം എഴുതത്ത് കഴിയിട്ടുണ്ട്. അതിൻ്റെ സാക്ഷ്യം വഹിക്കുകയും ആ ചടങ്ങിൽ പങ്കെടുത്ത് വ്യാഴാഴ്ചയിൽ സാധിക്കും. അപ്പോൾ പങ്കെടുത്ത സംസാരിച്ചത് ലളിതവൽക്കരിക്കും. അനാവശ്യമായ സാമ്പത്തിക ദുർവിനിയോഗം സമയം ആവശ്യമില്ല. 2025 ഡിസംബറിന് മുമ്പ് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതി പ്രകാരം ഓൺലൈനായി ഫീസ് അടച്ച് ഓൺലൈനായി തന്നെ പകർപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ സേവനം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടെന്നും കണ്ണൂരും ഈ ശ്രേണിയിലേക്ക് ഉൾപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിന് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AM ഷംസീർ അധ്യക്ഷത വഹിച്ചു. കാര്യങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ളതാണ്. കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് സർക്കാർ സംവിധാനങ്ങൾ മാറുകയാണ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വളരെയധികം നൂലാമാലകളുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ഈ നൂലാമാലകളുടെ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ഒരു പരിധിവരെ 90% പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അത് ഡിജിറ്റലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയപ്പോഴാണ്. ഇവിടെയും രജിസ്ട്രേഷനും ഏതാണ്ട് അതിന് സമാനമായ ഒരുപാട് പ്രശ്നങ്ങൾ, ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കത്തക്ക നിലയിലാണ് ഡിജിറ്റലൈസേഷനുള്ളത്. മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ പുനത്തിൽ, രജിസ്ട്രാർ ജോയിന്റ് IG PK സാജൻ കുമാർ, കോഴിക്കോട് ഉത്തരമേഖല DIG OA സതീഷ്, തലശ്ശേരി തഹസിൽദാർ M വിജേഷ്, ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് ക്രൈബ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സമഗ്ര ന്യൂസ്, തലശ്ശേരി.